വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജെറുബ്ബാൽ എന്ന ഗിദെയോന് ശെക്കെമിലെ ഉപനാരിയിലുണ്ടായ പുത്രനാണ് അബിമേലെക്ക്. അതുകൂടാതെ അവന് 70 മക്കളുണ്ടായിരുന്നു. ഗിദെയോന്റെ മരണശേഷം അബിമേലെക്കിനെ രാജാവാക്കാനായി അവൻ്റെ അമ്മയുടെ ബന്ധുക്കൾ ശെക്കെം പൗരന്മാരോട്, ജെറുബ്ബാലിൻ്റെ 70 പുത്രന്മാരും കൂടി അവരെ ഭരിക്കുന്നതിനേക്കാൾ അബിമേലെക്ക് തനിച്ചു ഭരിക്കുന്നതാണ് നല്ലതെന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അബിമേലെക്ക് കുറെ ചട്ടമ്പികളെ തൻ്റെ അനുയായികളാക്കി സ്വന്തം സഹോദരന്മാരെ 70 പേരെയും ഒരേ കല്ലിൽ വെച്ച് കൊന്നു. എന്നാൽ ജെറുബ്ബാലിൻ്റെ ഇളയ പുത്രൻ യോത്താം ഒളിച്ചിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു. ശെക്കെമിലെയും ബെത്മില്ലോയിലെയും എല്ലാ പൗരന്മാരും ഒന്നിച്ചുകൂടി ശെക്കെമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിൻ്റെ സമീപം വെച്ച് അബിമേലെക്കിനെ രാജാവായി വാഴിച്ചു. ജെറുബ്ബാലിൻ്റെ ശേഷിച്ച മകനായ യോത്താം ഇതറിഞ്ഞ് കുപിതനായി ശെക്കെം നിവാസികളോട് ചോദിച്ചു, നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണോ അബിമേലെക്കിനെ രാജാവാക്കുന്നത്? ജെറുബ്ബാലിനോടും ഭവനത്തോടും അവൻ്റെ പ്രവർത്തികൾ അർഹിക്കുന്ന വിധമാണോ നിങ്ങൾ പെരുമാറുന്നത്? എൻ്റെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി പോരാടി ജീവനെ തൃണവൽഗണിച്ച് മിദ്യാൻകാരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തു. ഇപ്പോൾ നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിനെതിരെ കരമുയർത്തിയിരിക്കുന്നു. അവൻ്റെ 70 പുത്രന്മാരെ ഒരേ കല്ലിൽ വെച്ച് നിങ്ങൾ വധിച്ചു. എന്നിട്ട് എൻ്റെ പിതാവിന് ദാസിയിൽ ജനിച്ച അബിമേലെക്കിന് നിങ്ങളുടെ ബന്ധുവായതുകൊണ്ട് ശെക്കെമിൽ രാജാവായി വാഴിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണ് ജെറുബ്ബാലിനോടും കുടുംബത്തോടും പ്രവർത്തിച്ചതെങ്കിൽ അബിമേലെക്കിൽ സന്തോഷിക്കുവിൻ, അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ. അല്ലാത്ത പക്ഷം അബിമേലെക്കിൽ നിന്ന് തീയിറങ്ങി ശെക്കെമിലെയും ബെത്മില്ലോയിലെയും ജനങ്ങളെ വിഴുങ്ങട്ടെ. ശെക്കെമിൽ നിന്നും ബെത്മില്ലോയിൽ നിന്നും തീയിറങ്ങി അബിമേലെക്കിനെയും വിഴുങ്ങട്ടെ. യോത്താം സഹോദരനായ അബിമേലെക്കിനെ ഭയന്ന് പലായനം ചെയ്തു, ബേറിൽ ചെന്ന് താമസിച്ചു. ന്യായാധിപന്മാർ 9-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. അബിമേലെക്ക് 3 വർഷം ഇസ്രായേൽ ഭരിച്ചു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമീൻ.